രാവിലെ നടക്കാൻ ഇറങ്ങിയപ്പോൾ തന്നെ ഗൗരവകരമായൊരു കാര്യം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണം എന്ന് വിചാരിച്ചു. കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസിൻ്റെ റിസൾട്ട് ഇതുവരെ പുറത്ത് വിട്ടില്ല, റാങ്ക് ലിസ്റ്റ് പുറത്ത് വിട്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേഴ്സൻറ്റേജ് പുറത്ത് വിട്ടിട്ട് എത്രയോ ദിവസമായി. +2 മാർക്കാണ് പിന്നെ ആഡ് ചെയ്യാനുള്ളത്. അത് ഒരു മാസത്തിലേറെയായി +2ൻ്റെ റിസൾട്ട് വന്നിട്ട്. ശരിക്കും കുട്ടികളെ ഭയങ്കര ടെൻഷനിലാക്കുന്ന പരിപാടിയാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ +2 മാർക്ക് വെച്ചിട്ട് ഏതെങ്കിലും ഡിഗ്രി കോഴ്സിന് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡ്മിഷനൊക്കെ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. ജോസ കൗൺസിലിംഗ് 2 റൗണ്ട് പൂർത്തിയായി. ഇപ്പോഴും നമ്മൾ റാങ്ക് ലിസ്റ്റേ വിട്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ കുട്ടികൾക്ക് കൺഫ്യൂഷനാണ്. ഞങ്ങളിനി റിപ്പീറ്റിന് പോകണോ, അതറിയണമെന്നുണ്ടെങ്കിൽ റാങ്ക് ലിസ്റ്റ് വരണം. അതല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ വേറെ ഏതെങ്കിലും പ്രൈവറ്റ് കോളേജ് ചൂസ് ചെയ്യണോ, ഞങ്ങൾ വേറെ മറ്റൊരുപാട് കോളേജസ്, പുറത്തുള്ള കോളേജസിൻ്റെ ഓപ്ഷൻസ് നോക്കണോ, ഇനി ഒരു നോർമൽ ഡിഗ്രി കോഴ്സിന് പോകണോ, ഇങ്ങനെ ഓപ്ഷൻസ് ഒരു ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ ഈ റാങ്ക് ലിസ്റ്റ് വരണ്ടേ. ശരിക്ക് നമ്മുടെ ഈ ഉദ്യോഗസ്ഥരുടെയും അതേപോലെ മന്ത്രിമാരുടെയൊക്കെ മക്കൾ ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ ഒരു വിഷമാവസ്ഥ മനസ്സിലാവുള്ളൂ. അല്ലാതെ ഇത് നാട്ടുകാരുടെ മക്കളെ വെച്ചുള്ള പരിപാടിയാണ്. എല്ലാവരും അതൊന്നും ആർക്കും ഒരു കൺസേണേ അല്ല. ഓക്കെ, എനിക്ക് തോന്നുന്നത് എന്താണ് ഇതിലൊരു ഡിലേ വരാൻ മാത്രം. അത് +2 മാർക്ക് ഉണ്ട്, അതേപോലെ തന്നെ കീമിൻ്റെ പേഴ്സൻറ്റേജ് ഉണ്ട്. ഇനി +2 മാർക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്ത് റാങ്ക് ലിസ്റ്റ് ആക്കി ഇടണം. ഇനി അതിൽ വല്ല പ്രശ്നമുണ്ടോ? സ്റ്റാൻഡർഡൈസ് ചെയ്തപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ വന്ന പോലത്തെ വിവാദങ്ങൾ ഒഴിവാക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും തീർക്കാനാണോ? പക്ഷേ അതിനൊക്കെ ഒരു ഡെഫിനിറ്റ് ഫോർമുല ഓൾറെഡി പ്രോസ്പെക്ടസിൽ നിശ്ചയിച്ചതല്ലേ. ശരിക്ക് ഈ കീം എന്ന് പറഞ്ഞ സമ്പ്രദായം തന്നെ ഇനി എടുത്തു കളയണം എന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്കൊരു JEE എക്സാം ഉണ്ടെങ്കിൽ അത് മതി, റൈറ്റ്? അല്ലാതെ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രഹസനായിട്ട് ഒരു എക്സാം നടത്തി റാങ്ക് ലിസ്റ്റും പുറത്തുവിട്ടില്ല, ആൾക്കാരും ബുദ്ധിമുട്ടിക്കും. എന്തിനാണ് ഇതിൻ്റെ ഒരു ആവശ്യം? എന്താ നീറ്റ് പോലെ ഒരു JEE എക്സാം മാത്രം വെച്ചാൽ തന്നെ അത് മതിയാവും കുട്ടികൾക്ക് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. വെറുതെ കഴിഞ്ഞ തവണയും കുറേ ബുദ്ധിമുട്ടിച്ചു, ഈ തവണ ഇപ്പോൾ കുറേ ബുദ്ധിമുട്ടിക്കുന്നു. മനസ്സിലാവുന്നില്ല എന്താണ് നമ്മുടെ ഉദ്യോഗസ്ഥർക്കൊക്കെ പറ്റുന്നതെന്നുള്ളത്.